എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. കേരള പി എസ് നടത്തുന്ന നമ്മുടെ LDC പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. ഇവിടെ നമ്മൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോ ക്ലാസ്സുകളുടെ ലക്ഷ്യം. നമ്മളിവിടെ പരിചയപ്പെടുത്തിയ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിലൂടെയായിട്ട് 3 വീഡിയോ ക്ലാസ്സിലൂടെയായിട്ട് ഈ ഒരു ചോദ്യപേപ്പറിൽ 38ാമത്തെ ചോദ്യം വരെ പരിചയപ്പെടുത്തി. അതിൻ്റെ കുറച്ച് അനുബന്ധ കാര്യങ്ങളും പരിചയപ്പെടുത്തി. എല്ലാം PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്. 2024 പരീക്ഷാ പേപ്പറാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രാധാന്യം ഈ ഒരു ചോദ്യപേപ്പറിനുണ്ട്. ഇനി തുടർച്ചയായിട്ട് വരുന്ന 39ാമത്തെ ചോദ്യം മുതലുള്ള കാര്യങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടുകയാണ്. ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ കാണാൻ താല്പര്യമുണ്ട്, വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ലിങ്ക് ഉണ്ട്, അതിലൂടെ കാണാവുന്നതാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എന്നതാണ് ഇവിടെ നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ചോദ്യത്തിന്റെ ഓപ്ഷൻ പ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തിന് ആനുപാതികമാണ്, പ്രകാശത്തിന്റെ ആവൃത്തിക്ക് ആനുപാതികമാണ്, പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്, പ്രകാശത്തിന്റെ വേഗതയ്ക്ക് ആനുപാതികമാണ് എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത ആവൃത്തിയിലുള്ള പ്രകാശം ഒരു ലോകപ്രതലത്തിൽ പതിക്കുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുകയോ പുറന്തള്ളുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു നിശ്ചിത ആവൃത്തിയിലുള്ള പ്രകാശം ഒരു ലോകപ്രതലത്തിൽ പതിക്കുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുകയോ പുറന്തള്ളപ്പെടുകയോ ചെയ്യുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഹെഡ്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് കണ്ടെത്തുന്നത് നമ്മൾ പഠിക്കാറുണ്ട്. ഇത്തരത്തിൽ ലോകപ്രതലത്തിൽ നിന്ന് സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുണ്ട്. ഈ ഒരു ഇലക്ട്രോണിനെ ഫോട്ടോ ഇലക്ട്രോണുകൾ എന്ന് പറയും. ആ ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഈ പുറപ്പെടുവിക്കുന്ന ആ ഒരു വികിരണങ്ങളുടെ, അതായത് അവിടെ പതിക്കുന്ന ആ ഒരു പ്രകാശത്തിന്റെ തീവ്രതയെ ആശ്രയിച്ചിരിക്കും. അതേസമയത്ത് ആവൃത്തിയെ ആശ്രയിക്കുമോ എന്ന് ചോദിച്ചാൽ ആവൃത്തിയെ ആശ്രയിക്കില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. അടുത്ത ചോദ്യം, ഒരു വൈദ്യുതകാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ എന്തിനാണ് മാറ്റമില്ലാത്തത് എന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ എ ആവൃത്തി, ഓപ്ഷൻ ബി തരംഗദൈർഘ്യം, ഓപ്ഷൻ സി വേഗത, ഓപ്ഷൻ ഡി വ്യാപ്തി എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഒരു വൈദ്യുതകാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ ആവൃത്തിക്ക് എന്താണ് മാറ്റമില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതൊക്കെ വേണമെങ്കിൽ വീണ്ടും ചോദിക്കാം. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി എന്ന് പറയുന്നത്. ആവൃത്തിയുടെ യൂണിറ്റ് PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഹെഡ്സ് എന്നതാണ് ആവൃത്തിയുടെ യൂണിറ്റ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തത് PSC ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ എപ്പോഴും ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്ന 2024 ചോദിച്ച ഒരു ചോദ്യമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ശാസ്ത്ര ലോകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ചന്ദ്രയാൻ 3. അപ്പോൾ ആ ചന്ദ്രയാൻ 3മായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ചന്ദ്രയാൻ 3 റോവർ താഴെ പറയുന്നതിൽ എന്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ 41ാം ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓക്സിജനും അതേപോലെ തന്നെ സൾഫറുമാണ്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ചന്ദ്രയാൻ 3 അതിൻ്റെ റോവർ, ആ റോവറിൻ്റെ പേര് നമ്മൾ പഠിച്ചു വെക്കണം. ചന്ദ്രയാൻ 3ൻ്റെ റോവറിൻ്റെ പേര് എന്താണ്? പ്രഗ്യാൻ എന്നാണ്. റോവറിൻ്റെ പേര് എന്താണ്? പ്രഗ്യാൻ എന്നാണ്. അതേപോലെ തന്നെ ഇതിനൊരു ലാൻഡർ ഉണ്ട്. ആ ലാൻഡറിൻ്റെ പേര് ചോദിക്കുകയാണെങ്കിൽ വിക്രം എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ചന്ദ്രയാൻ 3ൻ്റെ റോവർ, അതായത് ഈ പറയുന്ന പ്രഗ്യാൻ, അത് എന്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ഈ ചന്ദ്രനിലെ ഓക്സിജൻ്റെയും അതേപോലെ തന്നെ സൾഫറിൻ്റെയും സാന്നിധ്യം സ്ഥിരീകരിച്ചു എന്ന കാര്യം ഓർക്കുക. ലാൻഡറിൻ്റെ പേര് വിക്രമാണ്. അതേപോലെ തന്നെ റോവറിൻ്റെ പേരെന്താണ്? പ്രഗ്യാൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ ചന്ദ്രയാൻ 3മായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അത് വിക്ഷേപിച്ച തീയതിയും അതേപോലെ തന്നെ അത് ഈ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് എന്നാണെന്നും ആ ഇറങ്ങിയ ആ ഒരു സ്ഥലത്തെ, ഇതിൻ്റെ ലാൻഡർ ഇറങ്ങിയ ആ ഒരു സ്ഥലത്തെ വിശേഷിപ്പിക്കുന്ന ഒരു പേരുണ്ട്. അത് ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ചത് ഈ പറയുന്ന ആ ഒരു പോയിന്റ് സ്ഥിതി ചെയ്യുന്ന ഏത് 2 ഗർത്തങ്ങൾക്കിടയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ആ പേര് പഠിച്ചു പോയി, പക്ഷെ ആ ഗർത്തം ഏതാണെന്ന് പഠിച്ചില്ല. അപ്പോൾ അങ്ങനെയും PSC ചോദ്യങ്ങളായിട്ട് ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകൾ ഒന്ന് പരിചയപ്പെടാം. ചന്ദ്രയാൻ 3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ISROയുടെ 3ാമത്തെ ചന്ദ്ര ദൗത്യമാണ്. ഈ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 2023 ജൂലൈ മാസം 14-ാം തീയതിയാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത്. ഉച്ചയ്ക്ക് 2:35 ഉച്ചയ്ക്ക് 2:35 ഇത് വിക്ഷേപിക്കുന്നത്. നമ്മുടെ
സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. ഇവിടെ നിന്നാണ് ഇത് വിക്ഷേപിക്കുന്നത്. ഇത് വിക്ഷേപിക്കുന്നത് LVM-3M4 എന്ന് പറയുന്ന വാഹനത്തിലാണ്, വിക്ഷേപണ വാഹനത്തിലാണ് ഇത് വിക്ഷേപിക്കുന്നത്. തുടർന്ന് ഇത് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയത് എന്നാന്ന് ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് മാസം 23-ാം തീയതി വൈകിട്ട് 6:04 ഇത് എവിടെ ഇറങ്ങുന്നത്? ഈ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് 2023 ജൂലൈ 14-ാം തീയതി ഉച്ചയ്ക്ക് 2:35 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും LVM-3M4 എന്ന് പറയുന്ന വിക്ഷേപണ വാഹനത്തിൽ വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23 വൈകിട്ട് 6:04 എവിടെ ഇറങ്ങുന്നു? ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ ചന്ദ്രൻ്റെ ഈ ഒരു ലാൻഡർ ഉണ്ട്, ലാൻഡറിൻ്റെ പേര് ഓൾറെഡി പറഞ്ഞു, വിക്രമാണ്. ഈ വിക്രം എന്ന് പറയുന്ന ഈ ഒരു ലാൻഡർ ഇറങ്ങിയ ആ ഒരു സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നത് ശിവശക്തി പോയിന്റ് എന്നാണ്. എന്താണ്? ശിവശക്തി പോയിന്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡർ ഇറങ്ങിയ ആ ഒരു സ്ഥലത്തെ വിശേഷിപ്പിക്കുന്ന, ചന്ദ്രനിലെ ആ ഒരു സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നത് ശിവശക്തി പോയിന്റ് എന്നാണ്. ഇനി ഈ ഒരു ശിവശക്തി പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് 2 ഗർത്തങ്ങൾക്കിടയിലായിട്ടാണ്. അതിൽ ഒരു ഗർത്തത്തിൻ്റെ പേര് മാൻസിനസ് സി എന്നാണ് ഒരു ഗർത്തത്തിൻ്റെ പേര്. അപ്പോൾ ഒരു ഗർത്തത്തിൻ്റെ പേര് ഓർത്തിരിക്കുക, മാൻസിനസ് സി എന്നാണ് ഒരു ഗർത്തത്തിൻ്റെ പേര്. മറ്റൊരു ഗർത്തത്തിൻ്റെ പേര് സിംപെലിയസ് എൻ എന്നാണ്. സിംപെലിയസ് എൻ എന്നാണ് മറ്റൊരു ഗർത്തത്തിൻ്റെ പേര്. അപ്പോൾ ഈ 2 ഗർത്തങ്ങൾക്കിടയിലുള്ള സമതലത്തിലാണ് ഏത് ഇറങ്ങിയത്? ഇതിൻ്റെ ലാൻഡറായ വിക്രം ഇറങ്ങിയത്. ആ പോയിൻ്റാണ് എന്ത്? ഈ പറയുന്ന ശിവശക്തി പോയിന്റ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചത് ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തങ്ങൾക്കിടയിലാണെന്നാണ്. അപ്പോൾ ഒന്ന് മാൻസിനസ് സി, മറ്റൊന്ന് സിംപെലിയസ് എൻ എന്ന് പറയുന്ന ഈ 2 പേരുകൾ ഓർത്തിരിക്കുക. ഇത് എവിടെയാണ്? ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലാണ്. എവിടെയാണ്? ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി. അതോടുകൂടി USA, അതുപോലെ തന്നെ റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രനിൽ ഇറങ്ങിയ അല്ലെങ്കിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ എത്രാമത്തെ രാജ്യമായിട്ട് മാറി? ഇന്ത്യ 4ാമത്തെ രാജ്യമായിട്ട് മാറി. ഞാൻ പറഞ്ഞു ഇത് ഇറങ്ങിയത് ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് USA ഉണ്ട്, അതേപോലെ തന്നെ റഷ്യ വരുന്നുണ്ട്, പിന്നെ വരുന്നത് ചൈനയാണ്. അപ്പോൾ ഇവയ്ക്ക് ശേഷം 4ാമത്തെ രാജ്യമായിട്ട് ഈ പറയുന്ന ചന്ദ്രനിൽ ഇറങ്ങിയ അല്ലെങ്കിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ രാജ്യമായിട്ട് ഇന്ത്യ മാറി. എന്നാൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഇത് ഇറങ്ങുന്ന എവിടെയാണ്? ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലാണ്. ഇങ്ങനെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കുന്ന ആദ്യത്തെ രാജ്യം എന്ന ഖ്യാതിയും ആര് സ്വന്തമാക്കി? ഇന്ത്യ സ്വന്തമാക്കി എന്ന കാര്യം ഓർത്തിരിക്കുക. ആദ്യത്തെ രാജ്യമാണ് ഈ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ചന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തിൽ സ്പർശിച്ച ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് തിരങ്ക എന്ന പേരിലാണ്. എന്താണ്? തിരങ്ക എന്ന പേരിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശിവശക്തി പോയിന്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ചന്ദ്രയാൻ 3-മായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേരള PSC പരീക്ഷയിൽ വീണ്ടും ചോദിക്കാം. അതോടൊപ്പം തന്നെ ഈ ചന്ദ്രയാൻ 3-ഉം ചന്ദ്രയാൻ 2-ഉം ചന്ദ്രയാൻ 1-ഉം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ പഠിക്കണം. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വരാൻ പോകുന്ന പരീക്ഷയിൽ. പ്രത്യേകിച്ചും ചന്ദ്രയാൻ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യമായിട്ട് 100% പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഒരു ചോദ്യത്തിൽ എയും സിയുമാണ് ഉത്തരമായിട്ട് വരുന്നത്. അതിൽ ഓക്സിജനും സൾഫറും കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ഈ ഓക്സിജനും സൾഫറിനും പുറമെ അയണിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ്? അയണിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കാൽസ്യം എന്നതിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. കാൽസ്യത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അലുമിനിയത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അലുമിനിയം എന്നതിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ ക്രോമിയത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ടൈറ്റാനിയത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ മാംഗനീസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ സിലിക്കണിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. സിലിക്കൺ അതിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്.
പിന്നെ ഓക്സിജൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് സൾഫർ, ഓക്സിജൻ എന്നതിന് പുറമെ അയൺ, കാൽസ്യം, അലുമിനിയം, ക്രോമിയം, ടൈറ്റാനിയം, മാംഗനീസ്, സിലിക്കൺ ഇത്രയും മൂലകങ്ങളുടെ സാന്നിധ്യം അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പറയുന്ന ചന്ദ്രയാൻ 3 കണ്ടെത്തിയിട്ടുണ്ടെന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ അതിൽ 2 എടുത്തിട്ട് നമ്മുടെ ചോദ്യത്തിൽ ചോദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? അയൺ ഉണ്ട്, കാൽസ്യം ഉണ്ട്, അലുമിനിയം ഉണ്ട്, ക്രോമിയം ഉണ്ട്, ടൈറ്റാനിയം ഉണ്ട്, അതുപോലെ തന്നെ മാംഗനീസ് ഉണ്ട്, അതുപോലെ തന്നെ സിലിക്കൺ, പിന്നെ നമ്മുടെ സൾഫർ, ഓക്സിജൻ ഇതിൻ്റെ ഇത്രയും മൂലകങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അവിടെ ഇനിയുള്ള പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഇതിലേതെങ്കിലും 2 എടുത്തിട്ട് ചോദ്യമായിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്നത് PSC അക്വാറീജിയ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കെമിസ്ട്രിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ്, എപ്പോഴും ഇത് തന്നെയാണ് ചോദിക്കുക. ഇതങ്ങ് പഠിച്ചു വെക്കുക. ആ ഒരു മേഖലയിൽ നിന്ന് ഒരു ചോദ്യം വന്നാൽ ഈ ഒരു സംഭവം നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. അക്വാറീജിയ എന്തിൻ്റെ ഒരു മിശ്രിതമാണെന്നാണ് ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് HCl-ഉം HNO3-യുമാണ്. HCl-ഉം HNO3-യുമാണ്. രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്ന ലോഹങ്ങളിൽ രാജപദവിയിലുള്ള സ്വർണത്തെ അലിയിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഏത് പേരിൽ വിളിക്കുന്നത്? രാജകീയ ദ്രാവകം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഈ അക്വാറീജിയ ഉണ്ടല്ലോ, അത് എന്ന് പറയുന്നത് HCl-ഉം അതേപോലെ തന്നെ നൈട്രിക് ആസിഡ് HNO3 അതുമായിട്ടുള്ള ഒരു മിശ്രിതമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന അക്വാറീജിയ എന്ന് പറയുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് രാജകീയ ദ്രാവകമെന്നാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? ലോഹങ്ങളിൽ രാജപദവിയിലുള്ള സ്വർണത്തെ അലിയിക്കുന്നത് കൊണ്ടാണ് ഇതിനെ രാജകീയ ദ്രാവകം എന്ന് വിളിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, സ്വർണത്തെ അലിയിപ്പിക്കുന്ന മിശ്രിതം അക്വാറീജിയ, അല്ലെങ്കിൽ HCl-ഉം HNO3-യും എന്ന് പറയാം. ഇതിൽ ഈ നൈട്രിക് ആസിഡും അതേപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ളൊരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യയിൽ കൂട്ടിച്ചേർത്താണ് എന്ത് ഫോം ചെയ്യുന്നത്? അക്വാറീജിയ ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇപ്പോൾ HCl, HNO3 ഇവിടെ നൈട്രിക് ആസിഡും അതേപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള ആ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത് നേരെ തിരിച്ചങ്ങ് പഠിച്ചാൽ മതി. അതായത് ഈ 3 ഏതിൻ്റെ ഇടയ്ക്ക് വരും? ഈ പറയുന്ന ഗാഢ നൈട്രിക് ആസിഡിൻ്റെ ഇടയ്ക്ക്, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഇടയ്ക്ക് വരും. പിന്നെ ഈ പറയുന്ന നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് 1, അതായത് 3:1 റേഷ്യോയിലാണ്. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം 1:3 റേഷ്യോയിലാണ്. അതായത് 1:3 റേഷ്യോ, അതായത് HNO3 HCl എന്ന് പറയുന്ന എടുക്കുകയാണെങ്കിൽ ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഗാഢ നൈട്രിക് അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:3 എന്ന അനുപാതത്തിൽ കൂട്ടിച്ചേർത്താണ് അക്വാറീജിയ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അത് HCl, HNO3 അല്ലേ? അപ്പോൾ ആ 3 അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ എന്ത് വന്നാൽ മതി? 1 വന്നാൽ മതി. പിന്നെ HCl-ൻ്റെ നേരെ എന്ത് വന്നാൽ മതി? 3 വന്നാൽ മതി. ആ ഒരു റേഷ്യോ മറക്കാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ നൈട്രിക് ആസിഡ് എന്ന് പറയുമ്പോൾ HNO3 ആണ്. അതേപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ HCl ആണ്. ഇവിടെ ഓൾറെഡി 3 ഉണ്ടല്ലോ, ആ 3നെ പിടിച്ച് ഇങ്ങോട്ട് ഇടുക. ഇനി ഇവിടെ 1 കൊടുക്കുക, 1:3. അതായത് 3 റേഷ്യോ HCl-ഉം 1 റേഷ്യോ HNO3. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി അക്വാറീജിയ കണ്ടുപിടിച്ചത് ജാബിർ ഇബിൻ ഹയാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ജാബിർ ഇബിൻ ഹയാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് കണ്ടുപിടിച്ചത്. ഇനി ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അതൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് എന്താ ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന് എപ്പോഴും ചോദിക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് Cl3H4NO3 എന്നതാണ്. Cl3H4NO3 എന്നതാണ് ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന കാര്യം ഓർത്തിരിക്കുക. Cl3H4NO3 എന്നതാണ് ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ ഒരു അക്വാറീജിയ എന്ന ലായനിയുടെ നിറം ചോദിക്കുകയാണെങ്കിൽ മഞ്ഞയാണ്. നമ്മുടെ സ്വർണത്തിൻ്റെയൊക്കെ നിറം ഏകദേശം അതുമായിട്ട് സാമ്യമല്ലേ. ഇനി കുലീന ലോഹങ്ങൾ ലയിക്കുന്ന ലായനി ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ഈ പറയുന്ന അക്വാറീജിയ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏതാണ്? അക്വാറീജിയ ആണെന്ന കാര്യം ഓർക്കുക. ഇനി ഇവിടെ നമ്മൾ കണ്ടില്ലേ ഈ അക്വാറീജിയയുടെ ഈ ഒരു തന്മാത്ര, അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 172.39 ആണ്. 172.39 ആണ്. അങ്ങോട്ടൊന്നും LD പരീക്ഷയ്ക്ക് ചോദ്യം വരണമെന്നില്ല. പക്ഷേ ഈ ഒരു ഫോർമുല പഠിച്ചു വെച്ചോ, Cl3H4NO3. കാരണം ചിലപ്പോൾ ഈ ഫോർമുല ആയിരിക്കും ചിലപ്പോൾ ഓപ്ഷനിൽ തരിക. Cl3H4NO3 എന്ന് പറയുന്നത്
മോളിക്കുലാർ ഫോർമുലയാണ് നമ്മുടെ അക്കോ റീജിയയുടെ എന്ന കാര്യം ഓർത്തിരിക്കുക. രാജകീയ ദ്രാവകം എന്ന് അറിയപ്പെടുന്നു. സ്വർണം ഇതിൽ ലയിക്കുന്നു. കുലീന ലോഹങ്ങൾ ഇതിൽ ലയിക്കുന്നു. അതേപോലെ തന്നെ ജാബിർ ഇബിൻ ഹയാനാണ് ഇത് കണ്ടുപിടിച്ചത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആ റേഷ്യോ. 1:3 എന്ന് പറയുന്ന റേഷ്യോ ആണ്. അത് എങ്ങനെയാണ്? ഗാഢ നൈട്രിക് ആസിഡ് ഈസ് ടു ഹൈഡ്രോക്ലോറിക് ആസിഡ്, ആ ഒരു റേഷ്യോ ആണ് 1:3. അപ്പം അവിടെ 1 അനുപാതം നൈട്രിക് ആസിഡ്, 3 അനുപാതം ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആ ഒരു രീതിയിലാണ് അത് ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ അടുത്ത ചോദ്യം, വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം ഏതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. Na2CO3 10H2O എന്നതാണ് വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം എന്ന കാര്യം ഓർത്തിരിക്കുക. Na2CO3 10H2O നമ്മൾ സോഡിയം കാർബണേറ്റ് എന്ന് പറയും. സോഡിയം കാർബണേറ്റ് എന്നാണ് നമ്മൾ പറയുക. ഈ വാഷിംഗ് സോഡ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ അലക്കുകാരം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇവിടെ വാഷിംഗ് സോഡയുടെ സൂത്രവാക്യം എന്ന് പറയുന്നത് Na2CO3 10H2O ആണ്. Na2CO3 10H2O എന്നതാണ് എന്ത്, ഈ പറയുന്ന വാഷിംഗ് സോഡയുടെ സൂത്രവാക്യം എന്ന കാര്യം ഓർത്തിരിക്കുക. എന്തിൻ്റെ സൂത്രവാക്യമാണ്? വാഷിംഗ് സോഡയുടെ സൂത്രവാക്യം. അതേപോലെ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം, കറിയുപ്പിൻ്റെ സൂത്രവാക്യം ചോദിക്കാം. സോഡിയം ക്ലോറൈഡ് ആണെന്ന് നമുക്കറിയാം, പക്ഷേ അതിൻ്റെ സൂത്രവാക്യം എന്ന് പറയുന്നത് എന്താണ്? NaCl എന്നാണ് അതിൻ്റെ സൂത്രവാക്യം എന്ന കാര്യം ഓർത്തിരിക്കുക. കറിയുപ്പ്, സോഡിയം ക്ലോറൈഡ്, NaCl. അതുപോലെ നമുക്കറിയാവുന്നതാണ് ഇന്ദുപ്പ്. കറിയുപ്പ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. ഇന്ദുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. അത് KCl എന്നതാണ് അതിൻ്റെ സൂത്രവാക്യം. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ഒരുമിച്ചൊന്ന് എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് ഗുണമായിരിക്കും. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ പരീക്ഷയുടെ ചോദ്യം എന്ന് പറയുന്നത് 43ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചത് എന്തിൻ്റെ സൂത്രവാക്യമാണ്? അപ്പക്കാരം, അതായത് സോഡിയം ബൈകാർബണേറ്റ്. അലക്കുകാരം സോഡിയം കാർബണേറ്റ്. അതിൽ സോഡിയം കാർബണേറ്റ് ആണ് പരീക്ഷയ്ക്ക് വന്നത്. അതിൻ്റെ സൂത്രവാക്യം എന്ന് പറയുന്നത് Na2CO3 10H2O എന്നതാണ് നമ്മുടെ അലക്കുകാരത്തിൻ്റെ സൂത്രവാക്യം. ഇതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത്. സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു ബൈ അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ സോഡിയം ബൈകാർബണേറ്റ്. നമ്മൾ പറയും അപ്പം ഉണ്ടാക്കിയിട്ട് ബൈ പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. അത് അങ്ങനെ നമ്മൾ പഠിച്ചു വെക്കും. അപ്പോൾ ഇവിടെ എന്താണ്? NaHCO3 എന്നതാണ് സോഡിയം ബൈകാർബണേറ്റിൻ്റെ സൂത്രവാക്യം. NaHCO3. മറ്റടുത്ത് Na2CO3 10H2O. ഇതെന്താണ്? അപ്പക്കാരമല്ല, അലക്കുകാരമാണ്. അതാണ് സോഡിയം കാർബണേറ്റ്. ഇനി സോഡിയം ബൈകാർബണേറ്റ് ആണെങ്കിൽ NaHCO3. NaHCO3. ഇനി നമ്മൾ പറഞ്ഞത് കറിയുപ്പും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഞാൻ പഠിപ്പിച്ചത് ഇന്ദുപ്പുമാണ്. ഇന്ദുപ്പ്. ഇതിൽ കറിയുപ്പ് എന്ന് പറയുമ്പോൾ സോഡിയം ക്ലോറൈഡ് NaCl ആണ്. അതേ സമയത്ത് ഇന്ദുപ്പ് എന്ന് പറയുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. അവിടെ KCl, പൊട്ടാസ്യം ക്ലോറൈഡ്. അതുപോലെ തന്നെ തുരിശുണ്ട്. തുരിശ്, ഇതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. തുരിശ് കോപ്പർ സൾഫേറ്റ് ആണ്. കോപ്പർ സൾഫേറ്റ് CuSO4 5H2O എന്നതാണ് തുരിശിൻ്റെ രാസസൂത്രം. അപ്പോൾ ഇവിടെ തുരിശ് CuSO4 5H2O. ഇതെന്താണ്? തുരിശാണ്. തുരിശ്. ഇനി അടുത്തത് ജിപ്സം ഉണ്ട്. ജിപ്സം, ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാം. ജിപ്സം എന്ന് പറയുന്നത്, ജിപ്സം എന്ന് പറഞ്ഞാൽ കാൽസ്യം സൾഫേറ്റ് ആണ്. കാൽസ്യം സൾഫേറ്റ്. ഇതാണ് നമ്മുടെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിനൊക്കെ യൂസ് ചെയ്യും. അതുപോലെ സിമൻറ്റ് എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കും എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ കാൽസ്യം സൾഫേറ്റ് ആണ് ജിപ്സം എന്ന് പറയുന്നത്. അതിൻ്റെ സൂത്രവാക്യം CaSO4 2H2O ആണ്. CaSO4 2H2O എന്നതാണ് ജിപ്സത്തിൻ്റെ സൂത്രവാക്യം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് കുറച്ച് സൂത്രവാക്യമാണ്, രാസ സൂത്രവാക്യമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അതിലൊന്ന് കറിയുപ്പ് നമ്മൾ പരിചയപ്പെട്ടു. കറിയുപ്പ് എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ആണ്, NaCl. ഒപ്പം ഇന്ദുപ്പ് പഠിച്ചു, പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. അതിനുശേഷം നമ്മൾ തുടക്കം പഠിച്ചത് എന്താണ്? സോഡിയം കാർബണേറ്റും സോഡിയം ബൈകാർബണേറ്റുമാണ്. സോഡിയം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ അലക്കുകാരമാണ്. അതിൻ്റെതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. Na2CO3 10H2. ഇനി NaHCO3 എന്ന് പറഞ്ഞാൽ സോഡിയം ബൈകാർബണേറ്റ് ആണ്, അപ്പക്കാരം. പിന്നീട് നമ്മൾ തുരിശ് പഠിച്ചു. തുരിശിൻ്റെത് CuSO4 5H2O ആണ്.
അതായത് കോപ്പർ സൾഫേറ്റ് എന്ന് നമുക്ക് പറയാം. പിന്നെ നമ്മൾ ജിപ്സം പഠിച്ചു. ജിപ്സം എന്ന് പറഞ്ഞാൽ കാൽസ്യം സൾഫേറ്റ് ആണ്. CaSO4 2H2O. CaSO4 2H2O. അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്, സിമൻറ്റ് എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അലക്കുകാരം എന്ന് പറയുമ്പം ഗ്ലാസ് നിർമ്മാണം, വസ്ത്രങ്ങൾ അലക്കുന്നതിനൊക്കെ ഉപയോഗിക്കും. പിന്നെ അപ്പക്കാരം പിന്നെ നമുക്കറിയാം ബേക്കറികളിലും ചെറു അഗ്നിശമനികളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കും. ബേക്കറികൾ നിർമ്മിക്കാൻ, പിന്നെ ചെറു അഗ്നിശമനികളൊക്കെ നിർമ്മിക്കാൻ അപ്പക്കാരം ഉപയോഗിക്കാറുണ്ട്. പിന്നെ തുരിശ് പിന്നെ നമുക്കറിയാം കുമിൾനാശിനിയായിട്ടും കോപ്പർ ശുദ്ധീകരണത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇന്ദുപ്പ് എന്ന് പറയുന്ന ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ് പൊട്ടാസ്യം ക്ലോറൈഡ്. പിന്നെ കറിയുപ്പ് പിന്നെ നമുക്കറിയാം ശീതമിശ്രിത നിർമ്മാണം, ഭക്ഷണത്തിന് രുചി നൽകാനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും? കറിയുപ്പ് ഉപയോഗിക്കുമെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ പറഞ്ഞ പോയിന്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ രാസസൂത്രവും അതിൻ്റെ രാസനാമവും ഒക്കെ പഠിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഇനി അടുത്ത ചോദ്യം, സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, അലുമിനിയമാണ്. 44ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അലുമിനിയമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അലുമിനിയമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ദ്രവ്യത്തിന്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചതാണ്. ഇതൊക്കെ വീണ്ടും PSC പരീക്ഷയിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം 45ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ജോൺ ഡാൾട്ടൺ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ദ്രവ്യത്തിന്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യം അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ ജോൺ ഡാൾട്ടൺ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ദ്രവ്യത്തിന്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ജോൺ ഡാൾട്ടൺ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ജോൺ ഡാൾട്ടൺ. ഇവിടെ റൂദർഫോർഡ് PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കും. ഏണസ്റ്റ് റൂദർഫോർഡ് അദ്ദേഹമാണ് എന്ത് കണ്ടുപിടിച്ചത്? പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത്. പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അതേപോലെ തന്നെ JJ തോംസൺ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത്. ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച ആരാണെന്ന് ചോദിച്ചാൽ JJ തോംസൺ ആണ്. അതേപോലെ തന്നെ ന്യൂട്രോണിനെ കണ്ടുപിടിച്ച ആരാന്ന് ചോദിച്ചാലോ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ജെയിംസ് ചാഡ്വിക് ആണ്. നമ്മൾ പെൻ RTC എന്ന് പറയുന്ന ഒരു കോഡ് ഉപയോഗിച്ച് പഠിക്കും. പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. അത് കൃത്യമായി ഓർത്തിരിക്കുക, ഏണസ്റ്റ് റൂദർഫോർഡ്. ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് തോംസൺ ആണ്, JJ തോംസൺ. ന്യൂട്രോണിനെ കണ്ടുപിടിച്ച ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആരാണ്? ഈ പറയുന്ന ജെയിംസ് ചാഡ്വിക് ആണ്. അതാണ് നമ്മുടെ ആറ്റത്തിലെ 3 മൗലിക കണങ്ങളാണ് പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും എന്ന് പറയുന്നത്. അതിൽ പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണെന്നും ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണെന്നും ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്നും നമുക്കറിയാം. ഇതിൽ ന്യൂക്ലിയോണുകൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടോണും ന്യൂട്രോണുമാണ്. കാരണം അത് രണ്ടും എവിടെ കാണപ്പെടുന്നു? ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. അതേസമയത്ത് ഷെല്ലുകളിലാണ് ഏത് കാണപ്പെടുന്നത്? ഇലക്ട്രോൺ കാണപ്പെടുന്നതെന്നും നമുക്കറിയാം. അപ്പോൾ ഇവിടെ ജോൺ ഡാൾട്ടൺ ആണ് ദ്രവ്യത്തിൻ്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ദ്രവ്യത്തിൻ്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? ഈ പറയുന്ന നമ്മുടെ ജോൺ ഡാൾട്ടൺ ആണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? ഇത് PSC എത്രയോ തവണ റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ഉത്തരമായിട്ട് വരുന്ന വാങ്കരി മാത്തേയ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്ന വാങ്കരി മാത്തേയ് എന്ന് പറയുന്ന വ്യക്തിയാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവര് കെനിയൻ സാമൂഹിക പരിസ്ഥിതി രാഷ്ട്രീയ പ്രവർത്തകയാണ്. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ സ്ഥാപകയാണ്. പരീക്ഷ വേണമെങ്കിൽ ചോദിക്കാം. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ സ്ഥാപകയാണ്. ഇവർക്ക് എന്നാണ് ഈ സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ 2004 എന്ന് പറയുന്ന വർഷമാണ്. അപ്പം ഞാൻ പറഞ്ഞു കെനിയൻ സാമൂഹിക പരിസ്ഥിതി രാഷ്ട്രീയ പ്രവർത്തകയാണ്. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ സ്ഥാപകയാണ്. അതേപോലെ തന്നെ നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ആഫ്രിക്കൻ വനിത. അതേപോലെ 2004 നോബൽ സമ്മാനം ലഭിച്ചത്. ഇവർക്ക് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് 2006 എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് 2006 എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദ സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ് എന്നതാണ് നമ്മുടെ 47ാമത്തെ ചോദ്യം. 47ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി AJ ക്രോണിൻ എന്നതാണ് ഉത്തരമായിട്ട് വരിക. AJ ക്രോണിൻ 20ാം നൂറ്റാണ്ടിൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള കഥാകൃത്തുക്കളിൽ ഒരാളാണ് AJ ക്രോണിൻ എന്ന് പറയുന്നത്. ദ സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവാണ്. ഇദ്ദേഹം ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ് എന്ന് ചോദിച്ചാൽ AJ ക്രോണിനാണ്. AJ ക്രോണിൻ ദ സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ദ കിസ് ഓഫ് ദി കിങ്ഡം എന്ന് പറയുന്നത്. ദ കീസ് ഓഫ് ദി കിങ്ഡം. ദി കീസ് ആട്ടോ, കീസ് ഓഫ് ദി കിങ്ഡം. ദ കീസ് ഓഫ് ദി കിങ്ഡം എന്ന് പറയുന്നതും ഇദ്ദേഹത്തിൻ്റെ
പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ദ കീസ് ഓഫ് ദി കിങ്ഡം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. ദ സിറ്റാഡൽ 1937 ആ ഒരു കാലഘട്ടത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. സ്കോട്ടിഷ് നോവലിസ്റ്റ്, നാടകൃത്ത്, നോൺ ഫിക്ഷൻ എഴുത്തുകാരനൊക്കെ നിലയിൽ ഇദ്ദേഹം പ്രസിദ്ധനാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു കഥ പ്രമേയമാക്കിയിട്ട് അനവധി ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഇന്ത്യയിൽ നിന്ന് തേരെ മേരെ സപ്നെ ഹിന്ദി സിനിമ ഈ ഒരു കഥയുമായിട്ട് ബന്ധപ്പെടുത്തി പുറത്തു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബംഗാളി ജിബൻ സൈക്കതെ എന്ന് പറയുന്ന ഒരു ചിത്രം വന്നിട്ടുണ്ട്. മധുര സ്വപ്നം എന്ന് പറയുന്ന ഒരു തെലുങ്ക് ചിത്രമൊക്കെ ദ സിറ്റാഡൽ എന്ന് പറയുന്ന ഈ ഒരു കഥയെ പ്രമേയമാക്കിയിട്ട് വന്നിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇവിടെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ദ സിറ്റാഡൽ എന്ന് പറയുന്ന ഈ ഒരു നോവലിൻ്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചാൽ A.J. ക്രോണിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. A.J. ക്രോണിൻ എന്ന പേരാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി അടുത്തത് കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി എന്ന് പറയുന്നത്? അതൊക്കെ വീണ്ടും PSC പരീക്ഷ ചോദിക്കാം. അലാമിക്കളി എന്ന് പറയുന്നത് കാസർഗോഡാണ് ഉത്തരമായിട്ട് വരേണ്ടത്. കാസർഗോഡ് ജില്ലയിൽ പ്രചാരണത്തിലുണ്ടായിരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് ഈ പറയുന്ന അലാമിക്കളി എന്ന് പറയുന്നത്. മുസ്ലിങ്ങളിലെ ഹനഫി വിഭാഗത്തിൽപ്പെട്ട ഫക്കീർമാരായിരുന്നു മുഹറം നാളിൽ നടക്കുന്ന അലാമിക്കളിക്ക് നേതൃത്വം നൽകിയിരുന്നത്. മുസ്ലിങ്ങളായ ഇവരെ തുർക്കന്മാരെന്നും സാഹി ബന്മാരെന്നുമാണ് നാട്ടുകാർ വിളിച്ചിരുന്നെന്ന കാര്യം ഓർത്തിരിക്കുക. തീകുണ്ടത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു കൽത്തറയാണ് അലാമികളുടെ ആരാധന സ്ഥലം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. കാഞ്ഞങ്ങാടിനടുത്ത് പുതിയ കോട്ടയ്ക്ക് സമീപമുള്ള ഒരു സ്ഥലമാണ് അലാമിപ്പള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ ഒരു സ്ഥലം അലാമിപ്പള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഈ അലാമിക്കളി എന്ന് പറയുന്നത് ആ ഒരു മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. മുസ്ലിങ്ങളിലെ ഹനഫി വിഭാഗത്തിൽപ്പെട്ട ഫക്കീർമാരായിരുന്നു മുഹറം നാളിൽ നടക്കുന്ന അലാമിക്കളിക്ക് നേതൃത്വം നൽകിയിരുന്നത്. മുസ്ലിങ്ങളായ ഇവരെ തുർക്കന്മാരെന്നും സാഹി ബന്മാരെന്നുമാണ് നാട്ടുകാർ വിളിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ അലാമിക്കളി എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ പ്രചാരണത്തിലുണ്ടായിരുന്ന അനുഷ്ഠാന കലാരൂപമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് സൂക്ഷിച്ചു നോക്കൂ കവിതയല്ലാതെന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ് എന്നതാണ് 49ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി ആണ്, പി കുഞ്ഞിരാമൻ നായർ എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. സൂക്ഷിച്ചു നോക്കൂ കവിതയല്ലാതെന്തുണ്ട് ഭൂമിയിൽ, എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആരെന്നാണ് നമ്മുടെ ചോദ്യം. പി കുഞ്ഞിരാമൻ നായരാണ്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച കളിയച്ചൻ, പൂക്കളം, താമരത്തോണി, ഭദ്രദീപം തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും കവിതയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി തുടങ്ങിയ കൃതികളൊക്കെ രചിച്ച വ്യക്തിയാണ് ഈ പറയുന്ന പി കുഞ്ഞിരാമൻ നായർ എന്ന കാര്യം ഓർക്കുക. 1905 മുതൽ 1978 അദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ്. സൂക്ഷിച്ചു നോക്കൂ കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ, എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആരെന്ന് വെച്ചാൽ പി കുഞ്ഞിരാമൻ നായരാണ്. അദ്ദേഹം ജനിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ്. കളിയച്ചൻ, പൂക്കളം, താമരത്തോണി, ഭദ്രദീപം എന്നീ കവിതാ സമാഹാരങ്ങളും കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി തുടങ്ങിയ കൃതികളൊക്കെ രചിച്ചിട്ടുള്ള വ്യക്തിയാണ് പി കുഞ്ഞിരാമൻ നായർ. കളിയച്ചൻ, പൂക്കളം, താമരത്തോണി, ഭദ്രദീപം, കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി തുടങ്ങിയ കൃതികൾ രചിച്ച വ്യക്തിയാണ് പി കുഞ്ഞിരാമൻ നായർ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ 50ാമത്തെ ചോദ്യമായിട്ട് പരിചയപ്പെടുന്നു. ഈ ഒരു ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. എബ്രഹാം വർഗീസ് എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? വീണ്ടും ചോദിക്കാം, കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ചോദിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് എബ്രഹാം വർഗീസ് ആണ്. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എബ്രഹാം വർഗീസ് ആണ്. കേരളം പശ്ചാത്തലമാക്കി ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ രചിച്ച അമേരിക്കൻ എഴുത്തുകാരനും ഫിസിഷ്യനുമായ വ്യക്തിയാണ് ഈ പറയുന്ന എബ്രഹാം വർഗീസ് എന്ന് പറയുന്നത്. കേരളം പശ്ചാത്തലമാക്കി ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ രചിച്ച അമേരിക്കൻ എഴുത്തുകാരനും ഫിസിഷ്യനുമായ വ്യക്തിയാണ് ഈ പറയുന്ന എബ്രഹാം വർഗീസ് എന്ന് പറയുന്ന വ്യക്തി. ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നദി ചോദിക്കുകയാണെങ്കിൽ അത് പമ്പാ നദിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. എബ്രഹാം വർഗീസിന്റെ ആദ്യത്തെ കൃതിയാണ് മൈ ഓൺ കൺട്രി എ ഡോക്ടേഴ്സ് സ്റ്റോറി എന്ന് പറയുന്നത്. എബ്രഹാം വർഗീസിന്റെ മറ്റ് കൃതികളാണ് കട്ടിംഗ് ഫോർ സ്റ്റോൺ, ദ ടെന്നീസ് പാർട്ട്ണർ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് എബ്രഹാം വർഗീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൃതിയാണ്. അതിൻ്റെ പേര് ദ കവനന്റ് ഓഫ് വാട്ടർ എന്നതാണ്. ഇവിടെ നമ്മൾ എബ്രഹാം വർഗീസുമായി ബന്ധപ്പെട്ട് പരിചയപ്പെട്ടിരിക്കുന്ന കൃതി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഇതിൽ ഈ അമിതാഭ് ഘോഷുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. 2024 നെതർലാൻഡ്സ് ഇറാസ്മിയാനം ഫൗണ്ടേഷൻസ് ഇറാസ്മസ് പ്രൈസ് ലഭിച്ച ഇന്ത്യൻ ആരെന്ന് ചോദിച്ചാൽ അമിതാഭ് ഘോഷാണ്. 2024 നെതർലാൻഡ് ഇറാസ്മിയം
ഫൗണ്ടേഷൻ ഇറാസ്മസ് പ്രൈസ് ലഭിച്ച ഇന്ത്യൻ ആരെന്ന് വെച്ചാൽ അമിതാവ് ഘോഷാണ്. കാലാവസ്ഥാ വ്യതിയാനം പ്രതിസന്ധി ഉയർത്തി കാട്ടിയതിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഒരിക്കൽ കൂടി പറയാം, 2024 നെതർലാൻഡ് ഇറാസ്മിയാനം ഫൗണ്ടേഷന്റെ ഇറാസ്മസ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ആരെന്ന് വെച്ചാൽ അമിതാവ് ഘോഷാണ്. കാലാവസ്ഥാ വ്യതിയാനം പ്രതിസന്ധി ഉയർത്തിക്കാട്ടിയതിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പരിചയപ്പെടുത്തിയത്. എല്ലാ ചോദ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മുടെ കലാസാഹിത്യം എന്ന മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ഈ ചോദ്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കാം. വളരെ വിലപ്പെട്ട ചോദ്യങ്ങളാണ്. അലാമക്കളി എന്നൊക്കെ പറയുന്നത് നല്ല ഒരു ചോദ്യമാണ്. അത് കാസർഗോഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നതൊക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് തുടർന്നുള്ള ചോദ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ ഇവിടെ നമ്മൾ GK-യുമായി ബന്ധപ്പെട്ട ഒരു 50 ചോദ്യങ്ങൾ പരിചയപ്പെടുത്തി. ഇനി മാത്സുമായി ബന്ധപ്പെട്ട കുറച്ച് 10 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. എന്തായാലും എല്ലാ ചോദ്യങ്ങളും നല്ല രീതിയിൽ പഠിക്കുക. ഇതിന് മുമ്പത്തെ ചോദ്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ലിങ്ക് ഉണ്ട്, അതിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.